ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബോണിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. അതിനു മുമ്പ് കഥാസാഗരം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. കഥകൾ മാത്രമല്ല, കഥകളുടെ ഒപ്പം ചില ചിന്താ വിഷയങ്ങളുമുണ്ട്, ചില വർത്തമാനങ്ങൾ. നാടോടി കഥകളും മുത്തച്ഛി കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരും. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു മുത്തച്ഛി കഥയാണ്. പല ദേശങ്ങളിലെ മുത്തച്ഛി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മുത്തച്ഛി കഥ. പണ്ട് ഒരു ഒട്ടകം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. വലിയൊരു കുറ്റിക്കാട്ടിലെത്തിയപ്പോഴാണ് ഒട്ടകത്തിന് വഴി തെറ്റിയെന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ ഒട്ടകം ഇങ്ങനെ ആലോചിച്ചു, പണ്ട് തൻ്റെ പൂർവികന്മാരിൽ ആരോ ഒരാൾ ഇങ്ങനെയുള്ള ഒരു കാട്ടിൽ വെച്ചാണ് സിംഹവുമായി ചങ്ങാത്തം തുടങ്ങിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴതാണ് ഒട്ടകത്തിൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത്. അങ്ങനെ ഈ ഒട്ടകവും യാത്ര തുടർന്നു. വനാന്തരത്തിൽ കൂടി കുറേ നേരം നടന്നപ്പോൾ ഒട്ടകം ഒരു സിംഹത്തെ കണ്ടു. ഹലോ, എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എന്ത് ചെയ്യുകയാണ്? സിംഹം ചോദിച്ചു. ഞാൻ കാട് കാണാൻ വന്നതാ, പക്ഷേ എനിക്ക് വഴി തെറ്റിപ്പോയി. വിഷമിക്കേണ്ട, നിനക്കിവിടെ എൻ്റെ സേവകന്മാരിൽ ഒരാളായി കഴിഞ്ഞുകൂടാ. ആരും നിന്നെ ഉപദ്രവിക്കില്ല. എനിക്കൊരു കൂട്ടുമായി. ഒട്ടകം തിരിച്ചുപോയില്ല. സിംഹത്തിൻ്റെ കൂടെ കാട്ടിൽ തന്നെ താമസം തുടങ്ങി. ഒട്ടകത്തെ കൂടാതെ ഒരു കാക്കയും പുലിയും കുറുക്കനും സിംഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു. ഒട്ടകത്തെ കൂടാതെ ഒരു കാക്കയും പുലിയും കുറുക്കനും സിംഹത്തിൻ്റെ ഉറ്റ മിത്രങ്ങളായിരുന്നു. കാലം കടന്നുപോയി. ഒരിക്കൽ രോഗം പിടിപെട്ട് സിംഹം കിടപ്പായി. ഇര തേടിപ്പോകാൻ കഴിവില്ലാതെയായി. ഭക്ഷണം കിട്ടാതെ സിംഹം വിശന്നു വലഞ്ഞു. ആശ്രിതരും ഭക്ഷണത്തിന് കുഴങ്ങി. ഒരു ദിവസം കുറുക്കൻ ഏകനായി സിംഹത്തെ വന്ന് കണ്ടു. അശക്തനായ സിംഹം ദയനീയ സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു സുഹൃത്തേ. കുറുക്കൻ എന്തോ ആലോചിച്ചു. തല ചൊറിഞ്ഞുകൊണ്ട് പതുക്കെ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ആ ഒട്ടകത്തെ പിടിച്ച് ഭക്ഷിക്കാത്തത്? ഞാൻ രാജാവായി പോയില്ലേ? മന്ത്രിയാണെങ്കിൽ വാക്കുമാറാമായിരുന്നു. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ അവനെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തു പോയി. അതുകൊണ്ടെന്താ? ഒട്ടകം സ്വമനസാലെ അങ്ങേക്ക് വേണ്ടി ജീവൻ കളയുകയാണെങ്കിലോ? അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ. സിംഹം പറഞ്ഞു തീരും മുമ്പേ കുറുക്കൻ ഇടയ്ക്ക് കയറി. അക്കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി. കുറുക്കനും പുലിയും കാക്കയും ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തു. ഒട്ടകത്തെ കുഴിയിൽ ചാടിക്കാനായിരുന്നു പരിപാടി. അവർ അധികം വൈകിയില്ല. മൂവരും ഒട്ടകത്തെ സമീപിച്ചു. ഒന്നും അറിയാത്ത മട്ടിൽ അവരെ മുഖത്ത് ഒരു ഭാവഭേദവും വരുത്താതെ വളരെ നിഷ്കളങ്കമായി കുറുക്കൻ ഒട്ടകത്തോട് ചോദിച്ചു, അസുഖം വന്ന് കിടപ്പിലായ സിംഹരാജാവിനെ കാണാൻ നമുക്ക് പോകേണ്ടേ? പോകാതിരുന്നാൽ പറ്റുമോ? രാജാവല്ലേ നമ്മുടെ രക്ഷകൻ. പോകണം, ഉടനെ പോകണം, തീർച്ചയായിട്ടും പോകണം. എങ്കിൽ വരൂ, ഞങ്ങൾ അങ്ങോട്ടാണ്, നമുക്കൊന്നിച്ചു പോകാം, കുറുക്കൻ പറഞ്ഞു. അവരൊന്നിച്ച് യാത്രയായി. സിംഹരാജൻ അവശനിലയിൽ കിടക്കുന്ന കാഴ്ച ആശ്രിതരെ ദുഃഖിതരാക്കി. കാക്ക 2 അടി മുന്നോട്ട് വന്ന് ബഹുമാനത്തോടെ സിംഹത്തോട് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ഈ കിടപ്പ് കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദയവായി എന്നെ കൊന്നു തിന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇല്ല, നിന്നെ കൊന്നു തിന്നാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, സിംഹം നിഷേധിച്ചു. ഇത് കണ്ട് പുലി മുന്നോട്ട് വന്നു പറഞ്ഞു, എന്നെ ഭക്ഷിച്ചോളൂ. ഞാൻ എപ്പോഴും അങ്ങേക്ക് വിധേയനാണ്. അങ്ങയുടെ സുഖമാണ് എൻ്റെ സുഖം. നന്ദി സുഹൃത്തേ. സ്നേഹിതരെ കൊന്ന് വിശപ്പ് മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല. സിംഹത്തിൻ്റെ ഈ നിലപാട് കണ്ട് കുറുക്കൻ മുന്നോട്ട് വന്നു. അവൻ പറഞ്ഞു, പ്രഭു,
വിശന്ന് വിശന്ന് അങ്ങ് മരിച്ചു പോകും. എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. ദയവുണ്ടായി എന്നെ കൊന്നു ഭക്ഷിച്ചാലും വേണ്ട സുഹൃത്തെ, വേണ്ട. നിന്നെ കൊന്നു തിന്നുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ, സിംഹം വൈമുഖ്യത്തോടെ പറഞ്ഞു. ഈ സമയമെല്ലാം ഒട്ടകം എന്തോ ഗാഢമായി ചിന്തിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരുടെ പെരുമാറ്റത്തിൽ ഒട്ടകത്തിന് എന്തോ പന്തികേട് മണത്തു. മറ്റുള്ളവർ പറഞ്ഞത് ഒട്ടകവും ആവർത്തിക്കുമെന്നായിരുന്നു കുറുക്കൻ്റെ വിചാരം. ഈ വിചാരം കൊണ്ട് വായിൽ ഊറി വരുന്ന വെള്ളം അവൻ വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. ഒട്ടകം കുറച്ച് മുന്നോട്ട് നീങ്ങി പറഞ്ഞു, പ്രഭു, അങ്ങേപ്പോലെ വിശാല മനസ്കനായ ഒരു സിംഹരാജനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആശ്രിതന്മാരോട് ഇത്ര വാത്സല്യം ആര് കാണിക്കും? അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടുന്ന ആഹാരം സമ്പാദിക്കാനായി ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയായി. ഇത്രയും പറഞ്ഞ് ഒട്ടകം കാട്ടിലേക്ക് കുതിച്ചു. വളരെ വേഗത്തിൽ, അപ്രത്യക്ഷമായാണ് അത് സംഭവിച്ചത്. ഒട്ടകം സിംഹത്തിനോട് തന്നെ കൊന്നു തിന്നാൻ അപേക്ഷിക്കുമ്പോൾ മൂവരും ഒരുമിച്ച് ചാടി വീണ് കൊല്ലാനായിരുന്നു പരിപാടി. അത് ഏതായാലും പാളിപ്പോയി. കുറുക്കൻ സിംഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഒട്ടകത്തെ വീണ്ടും സൂത്രത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പിന്തിരിയാൻ തുടങ്ങിയതേയുള്ളൂ. ഒരു നിമിഷം ആ സൂത്രശാലി സിംഹത്തിൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞു. കുറുക്കൻ അങ്ങനെ സിംഹത്തിൻ്റെ വായിലുമായി. അപ്പോൾ ഈ കഥ ഇറാനിൽ നിന്നുള്ള ഒരു മുത്തച്ഛി കഥയാണ്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ് അല്ലേ, ഈ കഥയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അല്ലേ ചിലപ്പോൾ ചില ഇരകളെ കണ്ടെത്തും. നമ്മുടെ സമൂഹത്തിലും ഇത്തരം വക്രബുദ്ധികൾ ദർശിക്കാൻ സാധിക്കും. ചിലർ തന്ത്രത്തിൽ ചില ഇരകളെയൊക്കെ കണ്ടെത്തും. ചില നാടകമൊക്കെ കളിച്ച് അതിലങ്ങ് ആ ചതിക്കുഴിയിൽ അങ്ങ് പെടുത്തും. അത് ചിലപ്പോൾ ഒരു ബിസിനസ്സാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലാകാം, രാഷ്ട്രീയത്തിലാകാം. പലരും അങ്ങനെ ചതിയിൽപ്പെട്ട് കുഴയുന്നവർ ഒട്ടനവധിയുണ്ട്. ചിലരുടെയൊക്കെ ഒരു വക്രബുദ്ധിയിൽ ഒരു നാടകത്തിലൊക്കെ പെട്ടിട്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നു അല്ലേ. എന്തായാലും അത്തരത്തിലൊരു സൂത്രത്തിൻ്റെ കഥയാണ്. എന്തായാലും ആ സൂത്രം പാളിപ്പോവുകയാണ് അവസാനം. ഞാൻ മറ്റൊരു കാര്യമാണ് ഇത് കഥ വായിച്ചപ്പോൾ ചിന്തിച്ചത്. എല്ലായിടത്തും ഒരു നിയമം വേണം അല്ലേ. നമ്മുടെ ഇടയിലൊക്കെ രാജാക്കന്മാരും ഭരണകർത്താക്കളും അല്ലേ കോടതിയും എല്ലാം ഉണ്ടാവുന്നത് അല്ലേ ഒരു നിയമം, ഒരു സമൂഹമാകുമ്പോൾ നിയമം ഉണ്ടാവണം. ഇവിടെ അങ്ങനെയാണ് അല്ലേ. ഒരു കാട്ടിലൊരു രാജാവ് വരികയാണ്. സിംഹമാണ് ആ രാജാവ്. എല്ലാ കാട്ടിലും അങ്ങനെയാണല്ലോ, സിംഹം അല്ലേ രാജാവാണ്. ഒരു സാമൂഹിക ബന്ധം ഉടലെടുക്കുമ്പോൾ ആണ് ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നിയമസംഹിതയോ ഉണ്ട്, അല്ലെങ്കിൽ നീതി എന്ന ഒരാശയമൊക്കെ ഉടലെടുക്കുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് എന്തായാലും നിയമങ്ങളൊന്നും ആവശ്യമില്ലല്ലേ, അയാളുടെ ഇഷ്ടം അല്ലേ. പക്ഷേ ഒരാൾ വന്നാലോ അഡീഷണലായിട്ട്, പിന്നെ നിയമത്തിൻ്റെ വരവായി. നിയമം വേണം, അല്ലെങ്കിൽ പിന്നെ സംഘർഷമായി. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ഒരു ഡാനിയൽ ഡിഫോയുടെ ഒരു വിഖ്യാതമായ ഒരു ക്ലാസിക് നോവലുണ്ട്. പണ്ടെപ്പോഴോ വായിച്ചതാണ് കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ ഈ കഥയിൽ റോബിൻസൺ ക്രൂസോ ഒരു ഘട്ടത്തിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് തൻ്റെ കപ്പൽ തകരുകയും അദ്ദേഹം മാത്രം രക്ഷപ്പെടുകയും അദ്ദേഹം ഒരു ഐലൻഡിൽ, ഒരു തുരുത്തിൽ, ഒരു ദ്വീപിൽ എത്തിപ്പെടുകയാണ്. അവിടെ അദ്ദേഹം സ്വന്തമായിട്ട് ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. വീടുണ്ടാക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ബോട്ടുണ്ടാക്കുന്നു. അങ്ങനെ ഇരിക്കെ റോബിൻസൺ ക്രൂസോ ഒരാളെ രക്ഷിക്കുന്നു. അദ്ദേഹമാണ് മാൻ ഫ്രൈഡേ എന്ന് പറഞ്ഞ്. ആ ഫ്രൈഡേയുമായിട്ടാണ് പിന്നെ ജീവിതം, ആ കഥ മുന്നോട്ട് പോകുന്നത് ആ ഫ്രൈഡേയുമായിട്ടാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഒരാൾ മാത്രമുണ്ടെങ്കിൽ നിയമം വേണ്ട, പക്ഷേ ഒരാൾ കൂടെ വരുമ്പോൾ പിന്നെ നിയമങ്ങളായില്ലേ. മാൻ ഫ്രൈഡേ പിന്നെ റോബിൻസൺ ക്രൂസോ പഠിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും. പിന്നെ അവർ തമ്മിൽ ആയി അവിടുത്തെ ജീവിതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെർവൻ്റായിട്ട്, ഒരു ജോലിക്കാരനായിട്ടൊക്കെ കൂടുകയാണ് അല്ലേ. രണ്ടുപേര് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമം ഉണ്ടാവണം. നിയമം ഒരു അത്യാവശ്യമായി മാറുകയാണ് അവിടെ, അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായി മാറിയാണ് നിയമം. മനുഷ്യൻ്റെ സാമൂഹിക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ അല്ലേ നിയമത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ അല്ലേ.
നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ഉടലെടുക്കുന്നതാണ് അല്ലേ. ആ സമൂഹത്തിൽ പാലിച്ചു വന്ന ചില മര്യാദകളും ചില നീക്കുപോക്കുകളും ഒക്കെയാണ് പലപ്പോഴും നിയമമായിട്ട് വരുന്നത്. ഒരു നിയമസംഹിതയൊക്കെ എപ്പോൾ ഉണ്ടായെന്നൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് 1700 BC അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഹമ്മുറബി. അദ്ദേഹം ബാബിലോണിലെ രാജാവായിരുന്നു. അദ്ദേഹമാണ് ഏകദേശം 1700 BC മറ്റോ ഒരു നിയമസംഹിതയൊക്കെ ഉണ്ടാക്കിയത്, തട്ടിക്കൂട്ടിയത്. ഒരു കോഡ്, മുഴുവനായിട്ടുള്ള കുറേയേറെ നിയമങ്ങൾ. ആ നിയമങ്ങൾ ഒരു വ്യക്തി പാലിക്കേണ്ടതും അല്ലെങ്കിൽ ആ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. കോൺട്രാക്ട്സ് എങ്ങനെ വേണം അല്ലേ, കരാറിൽ എങ്ങനെ ഏർപ്പെടണം, അതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും, മനുഷ്യനുമായിട്ടുള്ള പല കാര്യങ്ങളും ആ നിയമം അഭിസംബോധന ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ, ഈ കഥ വായിച്ചപ്പോൾ നിയമത്തിൻ്റെ ഒരു ചരിത്രത്തിലോട്ടൊക്കെ ഒന്ന് കടന്നേ ഉള്ളൂ. ചരിത്രത്തിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ റോമാക്കാർ അവരും ഈ നിയമ നിർമ്മാണത്തിലൊക്കെ പ്രഗത്ഭരായിരുന്നു. എംപറർ ജസ്റ്റിനിയൻ ഒക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. പിൽക്കാലത്ത് ഈ റോമൻ നിയമങ്ങളൊക്കെ ഇറ്റലിയിൽ പഠനത്തിന് വിധേയമാക്കുകയും അത് പിൽക്കാലത്ത് യൂറോപ്പിലോട്ടൊക്കെ പടരുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ നിയമത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ റോമൻ നിയമങ്ങളൊക്കെ പിൽക്കാലത്ത് സിവിൽ ലോ എന്ന പേരിൽ പല രൂപങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു മറ്റ് രാജ്യങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് നെപ്പോളിയൻ ഇതൊക്കെ ഒരുമിച്ച് ക്രോഡീകരിച്ച് ഒരു നിയമസംഹിതയാക്കി. അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ പലതും കാണാം. പക്ഷേ ഞാനീ പറഞ്ഞു വരുന്നത്, കാട്ടിലെ ഒരു നിയമം അല്ലേ, ഒരു വിശ്വാസം അല്ലേ, ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഇദ്ദേഹം സംരക്ഷിക്കാം അല്ലേ, സിംഹരാജൻ ഒട്ടേറെ സംരക്ഷിക്കൂ എന്നുള്ളൊരു കോൺട്രാക്റ്റ് അല്ലേ, ഒരു കരാറാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. അത് ഒട്ടകം ആ ചതിക്കുഴി മണക്കുകയും അവിടുന്ന് തൻ്റെ കൗശലം ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ഒക്കെയാണ്. അവിടെയാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ വരുന്നത്. നമ്മളൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറ് ലംഘിക്കപ്പെടുമ്പോൾ അതൊരു നിയമലംഘനമാണ്. ഇവിടെ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നു, അതിന് കുറുക്കനാണ് കാരണക്കാരൻ. അങ്ങനെ കുറുക്കൻ അവസാനം സിംഹത്തിൻ്റെ വായിൽ അകപ്പെടുകയാണ്. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കഥയോടൊപ്പം കുറച്ച് ചരിത്രവും കൂടെ പറഞ്ഞതേ ഉള്ളൂ. നിയമത്തിൻ്റെ ചില ചരിത്രത്തിലൂടെയൊക്കെ കടന്നു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്രയും നേരം എന്നെ കേട്ടുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.